കേരള PSC എക്സാം എഴുതാതെ നിങ്ങൾക്ക് കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കണ്ട. അതായത് പെർമനൻറ്റ് വേക്കൻസിയിലേക്കും വിളിക്കുന്നുണ്ട്, കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയിലേക്കും വിളിക്കുന്നുണ്ട്, വിവിധ ജില്ലാടിസ്ഥാനത്തിലുള്ള വേക്കൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ വേക്കൻസികളാണെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്കിവിടെ കാണാം ഒട്ടനവധി നോട്ടിഫിക്കേഷൻ, ഏകദേശം 20ഓളം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, അതുപോലെ എക്സ്പീരിയൻസ് ആയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ നമ്പർ 2/2025 കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 19/2/2025 ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 9/3 മാർച്ച് 9 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. അപ്പോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി. അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഈ പറയുന്ന വേക്കൻസികളുണ്ട്. ഇവിടെ 41 വേക്കൻസി ഉണ്ട്. ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. 23,000 പെർ മന്താണ് നിങ്ങൾക്ക് സാലറി ലഭിക്കുക. ഇതിൻ്റെ എന്താണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ജോലിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടിരുന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ എലിജിബിലിറ്റി കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. എലിജിബിലിറ്റി കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്വാളിഫിക്കേഷൻ BTech അല്ലെങ്കിൽ MBA ആണ്. അതായത് BTech നിങ്ങൾ ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ജസ്റ്റ് BTech കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. റെഗുലറായിട്ട് പഠിച്ചവരായിരിക്കണം, ഫുൾ ടൈം പഠിച്ചവരായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അതുപോലെ MBA ആണെങ്കിലും ഫുൾ ടൈം ആയി പഠിച്ചവരായിരിക്കണം, ഡിസ്റ്റൻറ്റ് ഒന്നും പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ് മോഡിൽ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ റെഗുലറായിട്ട് പഠിച്ചവരായിരിക്കണം. അപ്പോൾ MBA കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം, BTech കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി സ്റ്റാർട്ടിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചും പാട് എന്താണ് മുൻഗണന ഉണ്ടായിരിക്കും. അത് ഈ എക്സ്പീരിയൻസ് ഇതിലേക്ക് നിർബന്ധമില്ല. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും പാട് നല്ലതാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് കണ്ണൂരിൻ്റെ വേക്കൻസിയാണ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസിയാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും കാണിക്കാം. പിന്നെ ഇതിൽ സ്പെഷ്യൽ നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ഡിസ്ട്രിക്റ്റിലെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് റിട്ടൺ ടെസ്റ്റും ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ. അതല്ല PSC എക്സാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് PSC അല്ല നടത്തുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് പറയാം. അപ്ലിക്കേഷൻ ഫീ 200 രൂപയാണ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50 രൂപ മതി കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിലേക്ക് പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് നോട്ടിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ടാണ് എല്ലാം പറയുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോയുടെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. നമ്മുടെ സിസ്റ്റം ലാഗ് ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടാബ് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, അതാണ്. ഇനി അടുത്തത് നിങ്ങൾക്കിവിടെ കാണാം 1/2025. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 9 വരെയാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് 19 ഫെബ്രുവരി ആണ്. ഇതും സെയിം പോസ്റ്റിനാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് ജില്ല മാറുന്നുള്ളൂ. കാസർഗോഡ് 20 വേക്കൻസിയാണ് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ് BTech അല്ലെങ്കിൽ MBA ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പോസ്റ്റിനും സെയിം എലിജിബിലിറ്റി സെയിം ഇതാണ് വരുന്നത്. പിന്നെ IT കഴിഞ്ഞവരതൊക്കെ ഉണ്ട്. അത് ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് വരും കേട്ടോ. ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വരുന്നത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് 3/2025 ആണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 19 മുതൽ ക്ലോസിംഗ് 9 ആണ്. ഇതിൽ 13 വേക്കൻസി വയനാട് ഡിസ്ട്രിക്റ്റിലാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. സെയിം എലിജിബിലിറ്റി കാര്യങ്ങൾ തന്നെയാണ്. BTech അല്ലെങ്കിൽ MBA ആണ് കേട്ടോ. ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി ടോട്ടൽ വേക്കൻസി മാത്രമേ ഞാൻ പറഞ്ഞു പോകുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം 4/2025. ഇത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ്. 39 വേക്കൻസി ഉണ്ട്. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് സെയിം തന്നെയാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി ഡീറ്റെയിൽസും സെയിം തന്നെയാണ് കേട്ടോ. BTech അല്ലെങ്കിൽ MBA ആണ്. ഇതും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ കാണാം കേട്ടോ. ഫസ്റ്റ് നോട്ടിഫിക്കേഷനിൽ ഞാൻ എല്ലാ കാര്യം പറയുന്നുണ്ട്. ബാക്കിയൊക്കെ സെയിം നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ്, സെയിം പോസ്റ്റ് ആയതുകൊണ്ടാണ്. ഇതും ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. 53 വേക്കൻസി ഉണ്ട്. 23,000 ആണ്. ബാക്കിയുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് BTech അല്ലെങ്കിൽ MBA ആണ്. ഇതും ക്ലോസ് ചെയ്യുന്നു. ഇതിന് അടുത്തത് 6/2025 ആണ്. ഇത് നിങ്ങൾക്ക് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ 45 വേക്കൻസി ഉണ്ട്. BTech അതല്ലെങ്കിൽ MBA ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതൊക്കെ കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റ് ആട്ടോ വരുന്നത്. കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയാണ്. ലാസ്റ്റ് ഡേറ്റ് 9/3 ആണ്. ഇതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി. ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. BTech അല്ലെങ്കിൽ MBA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി എല്ലാ സംഭവവും സെയിം ആണ് കേട്ടോ.
ഇനി 8/2025 ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 9 49 വേക്കൻസി ഉണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. സെയിം ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്യുന്നത്. അടുത്ത 9/2025 9/3/2025 ക്ലോസിംഗ് ഡേറ്റ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ 24 വേക്കൻസി. ദെൻ അടുത്തത് വേക്കൻസി മാത്രം പറഞ്ഞു പോയാൽ മതി എന്ന് തോന്നുന്നു. കോട്ടയം ഡിസ്ട്രിക്റ്റ് 36 വേക്കൻസി ഉണ്ട്. പിന്നെ ഇതൊക്കെ സെയിം പോസ്റ്റാണ് ഫസ്റ്റ് പറഞ്ഞിട്ടോ. ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ 37 വേക്കൻസി ഉണ്ട്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ 26 വേക്കൻസി ഉണ്ട്. ഇനി കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 34 വേക്കൻസി. ഇനി കൊല്ലം രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്തു, സോറി. ദെൻ ഓക്കെ, ഇത്രയാണ് ഈ പറയുന്ന പോസ്റ്റ്. ഞാനിപ്പം പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറി പോസ്റ്റിൻ്റെ അത്രയും വിവിധ ഡിസ്ട്രിക്റ്റിലെ വിവിധ വേക്കൻസികൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ടൈപ്പ് വേക്കൻസി എന്ന് പറയുന്നത് പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് 21/2 ഫെബ്രുവരി 21 മുതൽ ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 20 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ കാണാം നെയിം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ദ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരള സർക്കാരിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന സ്ഥാപനങ്ങളാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാം നെയിം ഓഫ് പോസ്റ്റ് ഹെൽപ്പർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അത് ITI ഇലക്ട്രിക്കലാണ് അതിൻ്റെ ട്രേഡ് വന്നിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് പെർമനൻ്റ് ആണ്. 13,680 മുതൽ 22,200 സാലറി വരുന്നത്. പിന്നെ എന്താണ് ഈ പറയുന്ന കമ്പനീനെ കുറിച്ചിട്ടൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒന്ന് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് ITI ആണ്. ITI നിങ്ങൾക്ക് ഇലക്ട്രീഷ്യനിലോ അല്ലെങ്കിൽ വയർമാൻ ട്രേഡിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രേഡിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 10ാം ക്ലാസ് പ്ലസ് ITI ആണ്, ഒന്നെങ്കിൽ വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 41 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന ഓപ്പണിംഗ് ഡേറ്റ് 21/2/2025 കണക്കാക്കി 41 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ പറയുന്ന പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവും. അപ്പോൾ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഇനിഷ്യലി നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും 1 ഇയർ. അത് കഴിഞ്ഞ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ഇയർ പ്രൊബേഷൻ പീരീഡ് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ സ്ഥിരപ്പെടുത്തുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 1 ഇയർ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ആ ട്രെയിനിങ്ങിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകും. പ്രൊബേഷൻ പീരീഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മളെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും. ആപ്ലിക്കേഷൻ ഫീ 300 രൂപയാണ്. SC/ST ആണെങ്കിൽ 75 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് കേട്ടോ. ഇതിലേക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ എന്ന് പറയുന്നത്. മേ ബി ചിലപ്പോൾ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഓരോന്ന് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരുപാട് ടാബ് ഓപ്പൺ ആയതുകൊണ്ടാണ്. ഇനി അടുത്ത നിങ്ങൾക്ക് കാണാം 23 കാറ്റഗറി ഇവിടെ നോക്കാം. 23/2025 ഇതിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 21/2 ക്ലോസിംഗ് ഡേറ്റ് 20 മാർച്ചാണ്. ഇതും ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ ലിമിറ്റഡിലേക്കാണ്. ഹെൽപ്പർ എന്നാണ്. ITI ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും. 3 വേക്കൻസി. പെർമനൻ്റ് ആണ്. 13,680 മുതൽ 22,200 ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ITI ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SSLC പ്ലസ് ITI വേണം. പ്ലസ് നിങ്ങൾക്ക് 41 വയസ്സ് വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1 ഇയർ ട്രെയിനിങ്ങും അത് കഴിഞ്ഞ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ 1 ഇയർ പ്രൊബേഷൻ പീരീഡ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ റെഗുലറൈസ് ചെയ്യുക അല്ലെങ്കിൽ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഡിസേബിൾ ക്വാളിഫിക്കേഷനായിട്ട് കൂട്ടിയിട്ട് അത് അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതിലും അപ്രൻറ്റീഷിപ്പാണ് കേട്ടോ. ഞാൻ നേരത്തെ വിട്ടുപോയതായിരിക്കും, അത് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കും പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ അതേ സെയിം കമ്പനിയിലേക്ക് തന്നെ അതും അപ്രൻറ്റീഷിപ്പുള്ളവർക്ക് മുൻഗണന ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേക്ക് 300 എന്ത് പറയുന്നത് അപ്ലിക്കേഷൻ ഫീ വരുന്നത്. 75 SC/ST. അപ്പോൾ ഞാൻ ഒരൊറ്റ സ്ട്രെച്ച് പറയുന്നതുകൊണ്ട് ഞാൻ അതിൽ ഗ്യാപ്പ് വരേണ്ട അരിച്ചിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ജസ്റ്റ് റീഡ് ചെയ്യാതെ ചിലപ്പോൾ ഞാൻ ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് അങ്ങനെ ഫുള്ള് നമ്മൾ റീഡ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് ടൈം പോകേണ്ട അരിച്ചിട്ടാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോയാൽ ക്ഷമിക്കണം. പിന്നെ ബാക്കിയൊക്കെ ഇതിലേക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുക, സെലക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാത്തിലേക്കും ഓൺലൈനായിട്ടാണ് എങ്ങനെയാണ് ഞാൻ കാണിക്കാൻ വീഡിയോയുടെ അവസാനം. അത് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇതിനടുത്ത് നിങ്ങൾക്കൂടെ കാണാം. അടുത്തത് വന്നിരിക്കുന്നത് 21/2025. ഇതും ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 20 വരെ സമയമുണ്ട് നിങ്ങൾക്ക്. ദ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽ അവിടെ സെയിം കമ്പനി തന്നെയാണ്. ഇതിൽ ലീഡ്സ്മാൻ ആണ്, ഇലക്ട്രിക്കലാണ് വിളിച്ചിരിക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന് 5 വേക്കൻസി. പെർമനൻ്റ് ആണ്. 17,400 മുതൽ
350 വരെയാണ് സാലറി വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിപ്ലോമയാണ് കേട്ടോ. 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ പോളിടെക്നിക് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്നെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 41 ഇതിൻ്റെ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട്, അതായത് 21/2/2025 41 വയസ്സ് കഴിയാൻ പാടില്ല. 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം കേട്ടോ അതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക്. ഓക്കെ, സ്പെഷ്യൽ നോട്ടിൽ മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 600 ഫീ, SC ആണെങ്കിൽ 150. ഓക്കെ, ഇതിലേക്ക് ഇൻ്റർവ്യൂ ഒരു റിട്ടേൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഇനി അടുത്ത പോസ്റ്റ്, ഇതൊക്കെ എക്സ്പീരിയൻസ് വേണ്ട കേട്ടോ. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലേക്ക് മാനേജർ ഒരു വേക്കൻസിയാണ്, പെർമനൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം, 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. PhD അല്ലെങ്കിൽ M.Pharm വേണം, പ്ലസ് 5 ഇയർ എക്സ്പീരിയൻസ് വേണം. ഈ B.Pharm ആണെങ്കിൽ നിങ്ങൾക്ക് B.Pharm ആണെങ്കിൽ 10 മുതൽ 15 വർഷം എക്സ്പീരിയൻസ് ഒക്കെ വേണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്കിവിടെ കാണാം, കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്, കമ്പനി സെക്രട്ടറി ആണ്, ഒരു വേക്കൻസിയാണ്, പെർമനൻ്റ് ആണ്. ഇതിലും എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇതിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് കമ്പനി സെക്രട്ടേറിയറ്റ് ഓഫ് ഇന്ത്യ, അതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്, 45 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്, സീനിയർ മാനേജർ ഇലക്ട്രിക്കലാണ്. ഇതിലൊരു വേക്കൻസി ഉണ്ട്. ഇതേപോലെ എക്സ്പീരിയൻസ് ആയതിൻ്റെ കുറേ വേക്കൻസി ഞാൻ കാണിക്കും വീഡിയോയുടെ അവസാനം. ഇതിൽ BTech അല്ലെങ്കിൽ BA നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ഡിഗ്രിയാണ്, അതായത് BTech അല്ലെങ്കിൽ BA ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ 60% മാർക്ക് വേണം. ഏജ് ലിമിറ്റ് 48 പറയുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 18 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്കാണ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ വിളിച്ചിട്ട് ഒരു വേക്കൻസിയാണ്, ഇത് എക്സ്പീരിയൻസ് വേണം. BA or BTech ഒക്കെ തന്നെയാണ്, പക്ഷേ എക്സ്പീരിയൻസ് എനിക്ക് 22 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് നിങ്ങൾക്കാണ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇത് ഞാൻ ഓൾറെഡി കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിവിധ ജില്ലകളിൽ വേക്കൻസി ഉണ്ട്. അതിലേക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ ഈ പറയുന്ന BTech അല്ലെങ്കിൽ MBA ആണ്, ജസ്റ്റ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ MBA. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഏത് ഡിസിപ്ലിനാണ് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് കൊടുക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം KSPRB എന്ന് പറഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റ് 2025 വേക്കൻസി പറഞ്ഞിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ കാണാൻ നോട്ടിഫിക്കേഷൻ എന്നാണ്. ഈ നോട്ടിഫിക്കേഷനിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷനിൽ സോറി ഒരു മിനിറ്റ്, ന്യൂ ടാബ് ആക്കിയിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, പോയി. ഇത് മൊത്തം ഒരുപാട് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് കുറച്ച് ലാഗാണ് സിസ്റ്റം. ഓക്കെ, ഈ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്പൺ ഇൻ ന്യൂ ടാബിൽ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ, നമ്മുടെ വെബ്സൈറ്റിൽ കയറിയപ്പോൾ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വേക്കൻസീസ് കാണാൻ പറ്റും. ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് പ്രൊവൈഡർ കാസർഗോഡ് ഡിസ്ട്രിക്ട്, കണ്ണൂർ ഡിസ്ട്രിക്ട്, വയനാട് ഡിസ്ട്രിക്ട്, ഓരോന്നിൻ്റെ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് നോക്കാം. തൃശ്ശൂർ, ഇടുക്കി നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാം എന്താണ് ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ 14 ഡിസ്ട്രിക്റ്റ് ഇവിടെ ഉണ്ട്. ഇനി അടുത്ത് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പറാണ് ഇവിടെ കാണുന്നത്. സീനിയർ മാനേജർ ഇലക്ട്രിക്കൽ, ഡെപ്യൂട്ടി മാനേജർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഹെൽപ്പർ ITI ഇലക്ട്രിക്കൽ ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്. പിന്നെ ലീഡ്സ്മാൻ ഉണ്ട്, അതിൻ്റെ ഇലക്ട്രിക്കൽ ഉണ്ട്. മാനേജർ ഉണ്ട്, കമ്പനി സെക്രട്ടറി ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ ജസ്റ്റ് ഈ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഈ പറയുന്ന കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് നമ്മുടെ കേരള PSC നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിവിധ കമ്പനിയിലേക്കും ഒക്കെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ റിക്രൂട്ട്മെൻറ്റ് നടത്താത്ത ചില കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാരിൻ്റെ കീഴിലുള്ള, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലായിട്ടുള്ള കേരള സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന ചില സ്ഥാപനങ്ങൾ, ചില ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് PSC നടത്തുന്നില്ല. അതിന് വേണ്ടി കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് പോർട്ടലും ഒരു സെലക്ഷൻ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരാണ് ഈ പറയുന്ന കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ്.
അപ്പോൾ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് വരെ ഇവിടെ വ്യൂ ചെയ്യാം. കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാതെ. അപ്പോൾ പലരും ഇത് പിൻവാതിൽ നിയമം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയേണ്ട. നിങ്ങൾക്ക് കാണാം റാങ്ക് ലിസ്റ്റ് കൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് ലിസ്റ്റ് ഇവിടെ കാണാം, എല്ലാം ഇവിടെ ട്രാൻസ്പെറൻ്റ് ആണ്, ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കേസ് ഫയൽ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ പിൻവാതിൽ നിയമനമാണ് എന്നൊക്കെ തോന്നുക ട്രാൻസ്പെറൻ്റ് ആണ് ഇവിടെ കംപ്ലീറ്റ്. കാരണം അത് ഇതിൽ തട്ടിപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പ്രസ് റിലീസ്, സിലബസ്, എക്സാം ഷെഡ്യൂൾ എല്ലാം അതിലുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാം ഷെഡ്യൂൾ പോയാൽ ഇപ്പോൾ കലണ്ടർ ഫോർ മന്ത് ഓഫ് ഫെബ്രുവരി, നിങ്ങൾക്ക് 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ഇവിടെയൊക്കെ റിക്രൂട്ട്മെൻറ്റ് ആളുകൾ കയറുന്നുണ്ട്. നിങ്ങൾ പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നാൽ നമ്മളവിടെ ഇരിക്കലുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ ഷെഡ്യൂൾ ഫെബ്രുവരിയിൽ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക്. അതുപോലെ കാറ്റഗറി ഓഫ് പോസ്റ്റ്, മാനേജിംഗ് ഡയറക്ടർ, ഫയർ കം സെക്യൂരിറ്റി, ഇതിൻ്റെ മുൻപ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ മാനേജർ, മെഡിക്കൽ ഓഫീസർ, അങ്ങനെ തുടങ്ങിയിട്ട് ഈ ഒരു ഡേറ്റിൽ നടക്കുന്ന എക്സാമിൻ്റെ ഷെഡ്യൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും എന്ത് ചെയ്യാൻ പറ്റും, അത് വളരെ കറക്റ്റായിട്ട് വെബ്സൈറ്റിൽ അത് വ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ റിസൾട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റോടെ വ്യൂ ചെയ്യാൻ പറ്റും. റിസൾട്ടിൽ ക്ലിക്ക് ചെയ്താൽ ജനറൽ മാനേജർ, ഓക്കെ 2024, ഇതൊക്കെ 2024 പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വെറുതെ നമ്മൾ പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞിരിക്കേണ്ട. ഓക്കെ, അങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ നമ്മളെല്ലാം അങ്ങനെ ആക്കി കളഞ്ഞാൽ നമ്മുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കേരള പബ്ലിക് എൻ്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത് കേരള PSC റിക്രൂട്ട് ചെയ്യുന്നത് ഒഴികെ, അതായത് കേരള PSCയുടെ ഇതിലേക്ക് കൈ കടത്താൻ പാടില്ല. കേരള PSCക്ക് ചില ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ചില കേരള അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളുള്ള ചില കമ്പനിയിലേക്കൊക്കെ കേരള PSC വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ അത് ഒഴികെ ചില പ്രത്യേക ഇത്തരം കേരള സർക്കാരിന് കീഴിലുള്ള ചില കമ്പനികളും ചില ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പോർട്ടലാണ്. ഇതിൽ കയറി നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. കേരള PSCൻ്റെ വെബ്സൈറ്റ് പോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ കേരള PSCയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, കേരള PSC എക്സാം പഠിക്കുന്നു വേണ്ട. ഇതിന് വേറെ തന്നെ മെത്തേഡാണ്, വേറെ തന്നെ എക്സാം നടത്തും, വേറെ തന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ഫോം തന്നെ ഇവിടെ കാണാം. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഓപ്പൺ ആയി കാണിക്കാം. അപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കേരള PSCയിൽ നമ്മൾ എന്താ ചെയ്യാറ്, ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇതിലും എന്ത് ചെയ്യുക, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. ഓക്കെ, 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരൊറ്റ തവണ രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിലേക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലോഗിൻ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്നുള്ളത് കാണാം. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ പിന്നെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എലിജിബിൾ ആണെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 1 ടൈം രജിസ്ട്രേഷൻ. ഇവിടെ തന്നെ അവരുടെ തന്നെ വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതാ കോൺടാക്ട് ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം എന്നുള്ള വാട്സപ്പ് ലിങ്കാണ് ഇതിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ നമ്മുടെ പോസ്റ്റൊക്കെ മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയ വഴി ഒന്ന് ഷെയർ ചെയ്യാം. അതിനുള്ള ലിങ്കുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 1 ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ 1 ടൈം രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ ആധാറിൽ കേട്ടോ. ഇവിടെ കാണാം നിങ്ങൾക്ക് ആധാർ കാർഡിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അതേപോലെ ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ആധാർ നമ്പർ കൂടെ അടിച്ചു കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്താൽ മതി. അതിനാണ് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ, അതായത് 1 ടൈം രജിസ്ട്രേഷൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം കൂടുതൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.